ചെയ്തായിരുന്നു. പക്ഷെ ഈ ഒരു ജിൻഡോയുടെ ജഡ്ജ്മെന്റിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും. സായിയുടെ ടീമാണല്ലോ നമ്മുടെ അപ്സര സിജോ ടീം, അതുകൊണ്ടുകൂടി ആകാം സായി അതിനകത്ത് ഒരു ദയയും കാണിച്ചില്ല. അവരുടെ ഒരു തലയുടെയൊക്കെ അത്യാവശ്യം ബെറ്റർ ആയിരുന്നു സിജോ ഉണ്ടാക്കിയതിനേക്കാളും അല്ലെങ്കിൽ അപ്സരയുടെ ടീം ഉണ്ടാക്കിയതിനേക്കാളും. പക്ഷെ എന്നിട്ട് അവർക്ക് ഒരെണ്ണം കഷ്ടിച്ചു കൊടുത്തു, ബാക്കിയുള്ളത് റിജക്ട് ചെയ്തു. ശ്രീതു അതുപോലെ തന്നെ ജാസ്മിന്റെ ടീമിൽ പോയി, ജാസ്മിൻ അർജുൻ ടീം. ഇതിനകത്ത് എല്ലാം ഉടായ്പായിരുന്നു. നിങ്ങൾ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ ഫുള്ള് ഫില്ല് ചെയ്തിട്ടില്ല. ഉടായ്പ എന്ന് ഞാൻ പറയണത് കൂടുതൽ എണ്ണ ഉണ്ടാക്കി വെച്ചു, പക്ഷെ ഫില്ല് ചെയ്തിട്ടില്ല. ഫുള്ള് പഞ്ഞി ഫില്ല് ചെയ്ത് ടൈറ്റ് ആയിരിക്കണം, അപ്പോഴല്ലേ അതിന് തലേണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ കുറച്ച് പഞ്ഞി വാരിയിട്ടിട്ട് ചുമ്മാ ഒരെണ്ണം സ്റ്റിച്ച് വെച്ചിട്ട് തലേണെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതാണ് സംഭവം. അപ്പൊ ഇതിനകത്ത് ജയിച്ച ടീം എന്ന് പറയുന്നത് ജാസ്മിന്റെയും അതുപോലെ അൻസിബയുടെ ടീമാണ് ജയിച്ചിരിക്കുന്നത്. പീപ്പിൾ ടീം. അൻസിബയുടെ പീപ്പിൾ റൂമിന്റെ ആ ടീമും അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിൻ, അഭിഷേക്, അർജുൻ ടീമുമാണ് ജയിച്ചിരിക്കുന്നത്. സോ അതാണ് ഈ ഒരു ടാസ്കിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്.